ഇന്റർവ്യൂ ചെയർമാൻ ആ സീറ്റിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് ദേ ആ വാതിലാണെന്ന് കാണിച്ചത്. നാട് കുറച്ച് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് കിട്ടി. മാർക്ക് നോക്കി ഞാൻ ആവറേജ് ആണ്. ഒരു ഫൈനൽ റിസൾട്ട് പ്രതീക്ഷിച്ച് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് UPSC പ്രിപ്പയർ ചെയ്യേണ്ട ആദ്യം കാര്യം. ജീവിതത്തോടുള്ളൊരു കാഴ്ചപ്പാട് മാറ്റുക. അപ്പം നമ്മളെ ലിമിറ്റ് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. കുറച്ച് തോൽവിയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ ടോക്സിക് ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു UPSC ആസ്പിറൻ്റ് ആയിരിക്കും. എല്ലാവരുടെ അടുത്തും ഒരു മാന്യതയും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാനും പാടില്ല. ഇപ്പോൾ ഒരാളുടെ പ്രശ്നം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. ഇത്തവണ സിവിൽ സർവീസ് റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചൊരു പേരാണ് വൈശാഖ് സിയാർ. അത് ഒരിക്കലും ആ പേരിൻ്റെ പ്രത്യേകത കൊണ്ടല്ല, വൈശാഖ് കടന്നു വന്ന വഴികളുടെ പ്രത്യേകത കൊണ്ടാണ്. ആരോഗ്യവകുപ്പിലെ ഒരു ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റായി ജോലി ചെയ്തിരുന്ന ഒരു പയ്യൻ സിവിൽ സർവീസ് പഠിക്കാൻ പോയപ്പോൾ പലരും സംശയിച്ചു, പരിഹസിച്ചു. അവർക്കെല്ലാം ഒരു മറുപടിയായി 8 വർഷങ്ങൾക്കിപ്പുറം വൈശാഖ് സിവിൽ സർവീസ് 656 റാങ്കോടുകൂടി പാസ്സായി നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ആലപ്പുഴയിലാണ്, വൈശാഖിൻ്റെ സ്വന്തം നാട്ടിൽ. നമുക്ക് വൈശാഖിനെ കൂടുതൽ പരിചയപ്പെടാം. കൺഗ്രാജുലേഷൻസ് വൈശാഖ്, ഒരുപാട് സന്തോഷം നേരിൽ കണ്ടതിൽ. പറയൂ വൈശാഖ്, എങ്ങനെയുണ്ട് അനുമോദനങ്ങൾക്ക് നടുവിലെ ജീവിതം? ഇപ്പോൾ ഒരു യൂസ്ഡായി കുറേ അനുമോദനങ്ങളിലേക്ക് പോയി. ആ ഒരു കിട്ടിയ ഒരു ദിവസത്തിൽ മാത്രം കുറച്ച് എക്സൈറ്റ്മെൻറ്റ്സും അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അത് നോർമലായി. അപ്പോൾ ഇതൊക്കെ ഒരു ലൈഫിൻ്റെ ഭാഗമായിട്ട് മാറി. അതിൻ്റെ ഒരു മേജർ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയ ഒന്നും അത്രയും സിവിൽ സർവൻസ് ഒന്നും ഉണ്ടായില്ല. അപ്പം 2019 ഞങ്ങളുടെ കുറച്ച് നെയ്ബറിങ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഒരു സിവിൽ സർവൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഒരു 6 വർഷം കഴിഞ്ഞ ഒരു സിവിൽ സർവൻറ്റ്. അപ്പോൾ അതെന്തായാലും ആളുകൾ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യും. എങ്ങനെയാണ് ഈ നാട് ഇതിനെ സ്വീകരിച്ചത്? ഇതിനൊരു റീസൺ നാട് കുറച്ച് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ കുറച്ച് ആക്റ്റീവാണ് നാട്ടിൽ. അപ്പം കുറച്ചധികം ക്വിസ് കോമ്പറ്റീഷൻസും സ്കൂളുകളിലും. അപ്പം ഞാൻ ക്വിസ് കോമ്പറ്റീഷൻ കൂടെ ചെയ്യുന്ന സ്കൂളുകളിലും നാട്ടിലെ വായനശാലകളിലൊക്കെയാണ്. അപ്പം എങ്ങനെ ഇവിടുത്തെ ഒരു ക്വിസിങ് കൾച്ചറും ലേണിംഗ് കൾച്ചറും മാറ്റാം എന്നൊരു കാര്യം മനസ്സ് വെച്ചിട്ട് ഞാൻ വായനശാലകളിലേക്ക് LED വാളുകളുമായി ക്വിസ് നടത്തുന്നൊരു സെറ്റപ്പിലേക്ക് എത്തിച്ചു നമ്മൾ. അപ്പോൾ ഒത്തിരി കൂട്ടായ്മ, ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആളുകൾക്ക് പരിചയമുണ്ട്. അപ്പോൾ നമ്മുടത്തേക്ക് ഒരു ആളുകൾക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ബാക്കി ടോപ്പേഴ്സിൽ നിന്ന് വൈശാഖിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, വൈശാഖ് ഭയങ്കര സോഷ്യലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ആസ്പിറൻ്റ് ആയിരുന്നു അല്ലേ? യൂഷ്വലി നമ്മുടെ ഈ സിവിൽ സർവീസ് ആസ്പിറൻ്റ് ഭയങ്കര ഒരു ഐസൊലേറ്റഡ് ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വൈശാഖിൻ്റെ ഈ ക്വിസിങ്ങും സ്കൂളുമായിട്ടുള്ള കണക്ഷനും നാടുമായിട്ടുള്ള കണക്ഷനും, അപ്പോൾ ആ ഒരു സോഷ്യൽ സ്കിൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിവിൽ സർവീസിൽ അല്ലേ? റാങ്ക് ഹോൾഡർ ആയതുകൊണ്ട് ഒരിക്കലും നമുക്കത്രയും നമ്മളിതിൻ്റെ പർപ്പസ് നടക്കുന്നില്ല. ഇപ്പോൾ ഒരാളുടെ പ്രശ്നം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഉദാഹരണത്തിന് ആലപ്പുഴക്കാരുടെ ഒരു മെയിൻ പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. എങ്ങനെയാണ് വൈശാഖ് ഈ ക്വിസിങ് ഈ ഒരു സ്കില്ല് വൈശാഖിനെ സിവിൽ സർവീസിൽ ഹെൽപ്പ് ചെയ്തത്? ക്വിസിങ് നമ്മളെ കൂടുതലായിട്ട് ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് പ്രിലിംസ് സ്റ്റേജിലാണ്. അതുപോലെ നമുക്കൊരു വാർത്ത കാണുമ്പോഴേക്കും അതിലെങ്ങനെ ഒരു പ്രിലിംസ് ചോദ്യം ചോദിക്കും, നമ്മളൊരു ഫാക്റ്റ് വായിക്കുമ്പോഴേക്കും നമ്മൾ പല ചോദ്യങ്ങൾ മനസ്സിൽ കാണും. ഇതൊരു ക്വിസിങ് ഹാബിറ്റ് ഉള്ളവർക്ക് എന്തായാലും കാണുന്ന ഫാക്ട്സ് എല്ലാം ഒരു ചോദ്യമാണ്. മറ്റുള്ളവർക്ക് അത് ഫാക്റ്റായിട്ട് തോന്നുമ്പോഴേക്കും നമുക്കത് ചോദ്യമായിട്ട് തോന്നാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ പ്രിലിം സ്റ്റേജിൽ അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ പുതിയ കണ്ടൻറ്റുകൾ തേടി പോകാനും ഞാനിപ്പോൾ ഡെയിലി ചോദ്യങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ ഡെയിലി ചോദ്യങ്ങൾ ഉണ്ടാക്കാനും വേണ്ടി പത്രമൊക്കെ വായിക്കുന്ന രീതി ഡിഫറൻ്റ് ആണ്. നമ്മൾ UPSCക്ക് ഒരു ഫാക്റ്റ് വായിക്കുന്നതിന് പകരം ഞാൻ ചോദ്യങ്ങൾ തേടിയാണ് ഫാക്റ്റ് വായിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ കേവലം ഫാക്ട്സ് മാത്രമല്ല, നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഓവറോൾ ക്യാരക്ടർ തന്നെ വെച്ച് ജയിക്കേണ്ട ഒരു എക്സാമിനേഷനാണ്. കാരണം നമുക്ക് എത്തിക്സ് പേപ്പർ വരുന്നു, ഇൻ്റർവ്യൂ സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ തന്നെ ഒരു ഓവറോൾ ഐഡിയ വേണം. ക്വിസിങ് ഒബിയസ്ലി നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്വിസിങ്ങിന് പോകുന്ന ആൾക്കൊരു ഡിസിപ്ലിൻ ഉണ്ട്. അതായത് പത്രം വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക. ഈ ഡിസിപ്ലിൻ ആണ് നമുക്ക് സിവിൽ സർവീസ് ഹെൽപ്ഫുൾ ആവുന്നത്. സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ പ്രിലിം സ്റ്റേജിൽ അത് കുറച്ച് സഹായകമാണ്. പക്ഷേ മെയിൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മൾ ശരിക്കും എഴുതുക തന്നെ വേണം. അപ്പോൾ വൈശാഖ് ആൻസർ റൈറ്റിംഗ് സ്കിൽസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്? ആക്ച്വലി ഞാൻ ഒരുപാട് സമയമെടുത്തൊരു ഓവർ ദ പീരീഡ് ടൈമാണ് ഞാൻ ആൻസർ റൈറ്റിംഗ് സെറ്റാക്കുന്നത്. അപ്പോൾ ഞാൻ 2017 ആദ്യത്തെ അറ്റംപ്റ്റ് എടുക്കുന്നത്. പക്ഷേ ഞാനത് പ്രോപ്പർ കോച്ചിങ്ങോ അങ്ങനെയൊന്നുമല്ല, ഒരു ഫണ്ണി വേയിൽ പോയി എഴുതിയൊരു എക്സാമാണ് സിവിൽ സർവീസ് ആദ്യമായിട്ട്. അപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് പ്രിപ്പയറും ചെയ്യുന്നില്ല. ഞാൻ എഴുതി വന്നു, എഴുതി മനസ്സിലായി ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അതിനുശേഷം കോച്ചിങ്ങിന് പോയി പയ്യെ ആൻസർ എഴുതുന്നു. ഇപ്പോൾ എനിക്ക് ആദ്യത്തെ വട്ടത്തെ മെയിൻസ് എഴുതിയ സമയത്തേക്ക് 2020 എനിക്ക് എങ്ങനെ എഴുതണമെന്ന് അറിയില്ല ഉത്തരങ്ങൾ. പിന്നെ അടുത്ത മെയിൻസ് എഴുതിയപ്പോഴാണ് ഞാൻ ഏകദേശം ഒരു രൂപരേഖ ഉണ്ടാക്കി പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് വേറെ ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു ഫുൾ ടൈം ആസ്പിറൻ്റ് ആയിരുന്നില്ല ഒരിക്കലും. അപ്പോൾ ഇത്രയും സമയമെടുത്ത് കുറേ നാൾ ചെയ്തൊരാൾക്ക് ഉറപ്പായിട്ടും കുറച്ച് നോളജും എഴുതാനുള്ള സ്കിൽസും ഉണ്ടായി. അപ്പോൾ ഇത്രയും നാളത്തെ എഫേർട്ടാണ്, ഒരു ഫുൾ ടൈം ഇരുന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ കുറേ നാൾ ഇങ്ങനെ എഴുതി പ്രാക്ടീസ് ചെയ്ത് ഒരു വിധത്തിൽ എത്തിയതാണ് ഇത്തവണത്തെ റിസൾട്ട്. ഈ 8 വർഷം കൊണ്ട് ആസ്പിറൻസ് ഒരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ വൈശാഖ് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് വൈശാഖ് എങ്ങനെ പറയുന്നത്? ഞാൻ UPSCയിൽ ശരിക്കും അതിൻ്റെ എല്ലാ തെറ്റുകളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. UPSC പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെ സംബന്ധിച്ചുള്ള ഒരു പ്രിലിംസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ മനസ്സിൽ അത്രയേ ഉള്ളൂ.
പ്രിലിംസ് എഴുതി ഒരു മെയിൻസ് എഴുതി എന്ന് പറയുമ്പോൾ ഒരു ക്രെഡിറ്റാണ്, ഇൻ്റർവ്യൂ പോയെന്ന് പറഞ്ഞ ക്രെഡിറ്റാണ്. അതായത് ഞാൻ അപ്പോഴും ജസ്റ്റ് എഴുതുന്നു. അപ്പം നമ്മൾ ആരെങ്കിലും നമ്മളോട് ചോദിക്കുമ്പോഴേക്കും നമുക്ക് പറയാനുള്ള ഒരു ഏറ്റവും വലിയ ഉത്തരമാണ് UPSCക്ക് പഠിക്കുക എന്നുള്ളത്. അപ്പം ഒരു ഫൈനൽ റിസൾട്ട് പ്രതീക്ഷിച്ച് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് UPSC പ്രിപ്പയർ ചെയ്യുന്നവർ ചെയ്യേണ്ട ആദ്യം കാര്യം. ഞാനത് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, പ്രോപ്പറായിട്ട് പ്രിലിംസും മെയിൻസിനും വേണ്ടിയുള്ള കോച്ചിങ് കൃത്യമായി നമ്മൾ പഠിക്കണം. പ്രിലിംസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ മെയിൻസ് ഫോക്കസ് പഠിക്കുക, രണ്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസ് അല്ല അൾട്ടിമേറ്റ് തിങ്. അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളും കാണാനൊക്കെ ഉണ്ട്. എൻ്റെ ഇനീഷ്യൽ ഡേയ്സ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കുറേ ഇരുന്ന് പഠിക്കും. UPSCക്ക് വേണ്ടിയാണെന്ന് അറിയത്തില്ല, കുറേ പുസ്തകങ്ങളൊക്കെ എടുത്ത് പഠിക്കും. പക്ഷേ ഞാൻ അത്ര സോഷ്യലൈസ്ഡ് അല്ല. അപ്പോൾ നമുക്ക് സോഷ്യലി ലഭിക്കേണ്ട കുറേ സ്കില്ലുകളെ പറ്റി ഞാൻ പിന്നീടാണ് അവെയർ ആവുന്നത്. അത് എസ്പെഷ്യലി 2018 ഫ്ലഡിൻ്റെ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. കുട്ടനാട്ടിലെ ആളുകളൊക്കെ കുറേ പേര് ക്യാമ്പ് ഞങ്ങളുടെ നാട്ടിൽ വന്നു. അപ്പോൾ ഇവരായിട്ട് എങ്ങനെ ഡീൽ ചെയ്യാം, കാരണം ഇവർ ഓൾറെഡി എല്ലാം നഷ്ടപ്പെട്ട് വന്ന ഒരു സിറ്റുവേഷൻ നിൽക്കുകയാണ്. ഞാൻ ക്യാമ്പിൽ എൻ്റെ അടുത്തുള്ള സ്കൂളിലെ ക്യാമ്പിലൊക്കെ പോയി നിൽക്കുന്നു. അപ്പോൾ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്, കാരണം ഇത് കിട്ടിക്കഴിഞ്ഞാലും ഇങ്ങനെയുള്ളത് ഡീൽ ചെയ്യാൻ പറ്റിയ കാര്യം. അതായത് വെറുതെ ഇരുന്ന് പഠിക്കുന്ന ഒരാൾക്ക് ഇപ്പം ഫ്ലഡിനെ കുറിച്ച് നമ്മൾ പഠിക്കും, ഫ്ലഡ് വന്ന് എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് പഠിക്കും. പക്ഷേ അതെങ്ങനെ ആളുകളെ ഇമോഷണലി ചാർജഡായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇമോഷണലി വീക്കനായിട്ടിരിക്കുന്ന ആളുകളെ എങ്ങനെ ഡീൽ ചെയ്യണം, അപ്പോൾ ഇതൊക്കെ നേരത്തെ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ ഡയറക്റ്റ്ലി ഫേസ് ചെയ്യുന്നത് ആ സമയത്ത്. അതായത് അപ്പം അത്തരത്തിലൊരു സോഷ്യൽ സ്കിൽസും ബിൽഡ് ചെയ്യണമെന്നുള്ള തിരിച്ചറിവൊക്കെ ഉണ്ടായി. അപ്പം ആസ്പിരൻസ് അങ്ങനെ തന്നെ ചെയ്യണം. അതായത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാതെ, ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ വില കൂടുന്നത് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്, പക്ഷേ അത് ഏത് സാധനത്തിന് എങ്ങനെ വില കൂടുന്നു, അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇങ്ങനൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണം. അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായ റൊട്ടി ഇല്ലെങ്കിൽ കേക്ക് തിന്നട്ടെ എന്ന രാജ്ഞി പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലേക്ക് സിവിൽ സർവീസ് എത്തും. ഈ സിവിൽ സർവീസ് പുറമേ ഉള്ളൊരു ധാരണ എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും എന്നുള്ളതാണ് ആൾക്കാരെല്ലാവരും ഈ പ്രിലിംസും മെയിൻസിനൊക്കെ മുന്നേ ചിന്തിക്കുന്ന ഒരു കാര്യം അല്ലേ. അപ്പോൾ നമ്മൾ വൈശാഖിൻ്റെ ഇൻ്റർവ്യൂസിൻ്റെ അടിയിൽ തന്നെ ഒരുപാട് കമൻസ് ഉണ്ട്, ചേട്ടാ ഇംഗ്ലീഷ് അറിഞ്ഞൂടെങ്കിൽ എങ്ങനെ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഒന്ന് വൈശാഖ് ഒന്ന് പറയാമോ, ഈ സിവിൽ സർവീസ് പ്രോസസ്സ്? ശരിക്കും ഇൻ്റർവ്യൂ ഫാക്ടറാണ് UPSC ക്ലിയർ ചെയ്യാൻ. ഇപ്പം UPSCയിൽ 275 മാർക്കാണ് ഇൻ്റർവ്യൂവിൽ വരുന്നത്. പക്ഷേ ഇൻ്റർവ്യൂവിനെക്കാട്ടി കൂടുതൽ മാറ്റർ ആവുന്ന GS ഓപ്ഷണൽ essay പേപ്പേഴ്സാണ്. 1750 മാർക്സാണ് നമുക്ക് മെയിൻസിൻ്റെ അത് കൗണ്ട് ചെയ്യുന്നത്. ഇൻ്റർവ്യൂ വരും 275 മാർക്ക് മാത്രമാണ്. ഇപ്പോൾ ഇൻ്റർവ്യൂ നല്ല സ്കോർ ഇല്ലെങ്കിലും നമ്മൾ മെയിൻസ് നന്നായി എഴുതി നമുക്ക് UPSC ക്ലിയർ ചെയ്യാം. പക്ഷേ ഇൻ്റർവ്യൂ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന കേഡറും അലോക്കേഷൻസ് സർവീസും ഒക്കെ ഒരു പക്ഷേ ബാറ്റർ ചെയ്യുന്നതാണ്. ഇൻ്റർവ്യൂവിനെക്കുറിച്ചുള്ള ഏറ്റവും തെറ്റായ ധാരണ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയുന്നവർക്ക് മാത്രമേ അത് ക്ലിയർ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. ശരിക്കും നമുക്ക് അറിയാവുന്ന പോലെ ഇംഗ്ലീഷ് പറഞ്ഞൊപ്പിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ആദ്യത്തെ കുറച്ച് മോക്ക് ഇൻ്റർവ്യൂസ് എടുത്തപ്പോഴേക്കും വളരെ മോശമായിരുന്നു. അതിനുശേഷം ഞാനൊരു UPSC ബോർഡ് അംഗത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഇരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എനിക്ക് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം. അതായത് എല്ലാവരും കുറച്ചൊക്കെ ഇംഗ്ലീഷ് സ്കൂളുകളിൽ പഠിക്കുന്നു, നമ്മൾ എങ്ങനെയും പറഞ്ഞ് അവരൊന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി. ശരിക്കും ഇൻ്റർവ്യൂ എന്ന പേര് തന്നെ തെറ്റാണ്, അത് പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. അവർ നോക്കുന്നത് നമ്മൾ എത്രത്തോളം സിൻസിയറായിട്ടാണ് ആൻസർ പറയുന്നത്, എത്രത്തോളം കൂളായിട്ടാണ് ആൻസർ പറയുന്നത്, എങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പം ഞാൻ ചെന്ന് കയറിയപ്പോൾ തന്നെ എന്നോട് അവർക്ക് ഇങ്ങനെ, ഞങ്ങൾ പ്രായമായവരാണ്, ഞങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കണം, ഞാൻ കയറിയപ്പോൾ ഒരു ഉച്ച സമയമാണ്, ഓക്കെ സാർ നമുക്ക് പെട്ടെന്ന് ഇൻ്റർവ്യൂ ചെയ്യാമെന്നുള്ള രീതിയിൽ ഓക്കെ എന്ന് പറഞ്ഞു. അതായത് അത് ഞാൻ ചിരിച്ചില്ല ആ സമയത്ത്. അപ്പോൾ അവർ നോക്കുന്ന എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള നമ്മുടെ ക്യാരക്ടറാണ്. പിന്നെ ആലപ്പുഴയിലെ 3 പ്രശ്നങ്ങൾ പറയാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ഒരു 3 പ്രശ്നം പറഞ്ഞു. എന്തൊക്കെയാണ് ആലപ്പുഴയിലെ 3 പ്രശ്നങ്ങൾ? ഞാൻ ഒന്ന് പറഞ്ഞത് ഈ ഫ്ലഡിൻ്റെ ഇഷ്യൂ ആണ്, ഫ്രീക്വൻറ്റ് ഫ്ലഡ്സും അത് കുട്ടനാടിൽ എഫക്റ്റ് ചെയ്യുന്നതും. സെക്കൻഡ്ലി പറഞ്ഞത് നമ്മുടെ കോസ്റ്റൽ ഏരിയാസിൽ മഴക്കാലത്തൊക്കെ തന്നെ കടൽ കയറുന്നൊരു പ്രശ്നം നന്നായിട്ടുണ്ട് ചില ഏരിയാസിൽ, എല്ലാ ഏരിയാസിലും അല്ല, കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ. ഫിഷർമാൻ കമ്മ്യൂണിറ്റീസായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ഞാൻ പറഞ്ഞു. പിന്നെ ഒരു ചെറുകിട കയർ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും പറഞ്ഞു. അവർ കൂടുതലും ചോദിക്കുന്നത് നമുക്കൊരു കൗണ്ടർ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പോൾ കുട്ടനാടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ ഫ്ലഡോടെ നിൽക്കുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വെള്ളം ഒഴുകിപ്പോകാനുള്ള സാധ്യത ഇല്ല. അപ്പം ഞാൻ പറഞ്ഞ ഉത്തരം കറക്റ്റ് അല്ല, അപ്പം പൂർണ്ണമായും കറക്റ്റ് അല്ല. അപ്പോൾ ഇൻ്റർവ്യൂവിൽ ഇരുന്ന ഒരാൾ എനിക്ക് പറഞ്ഞു തന്നു, അപ്പം ബേട്ടാ ഇങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ സാർ ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞു. ഓക്കെ വെരി ഗുഡ് അച്ഛാ എന്ന് പറഞ്ഞ ശേഷം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി. നമ്മുടെ ഒരു ജെന്യൂൻനെസ് ആണ് അവർ കൂടുതലും നോക്കുന്നുണ്ടാവുക അല്ലേ. അതെ അതെ, 8 വർഷങ്ങൾ നീണ്ട ഒരു യാത്ര അല്ലേ. അപ്പം അതിൽ എപ്പോഴെങ്കിലും കളഞ്ഞിട്ട് പോകണം എന്നൊക്കെ തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായി. കഴിഞ്ഞ വർഷം അത് പലതവണ ഉണ്ടായി. അതായത് പലതവണ ഉണ്ടാകുന്ന പറയുന്നത് സ്ട്രോങ് ആയിട്ട് എടുക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് ഡിസിഷൻ അല്ല. അതായത് നമുക്കൊരു പരാജയം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു തോന്നൽ. 2023 ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ അതിനുശേഷം ഒരു സ്റ്റാർട്ടപ്പിൻ്റെ പ്ലാനിലേക്ക്, ഒരു നോളജ് ബേസ്ഡ് ആയിട്ടൊരു മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ പ്ലാൻ ചെയ്തു. അപ്പോൾ എനിക്കൊരു ജോലിയുണ്ട്, ആ ജോലിയും കൂടെ റിസൈൻ ചെയ്തിട്ട് ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ വീണ്ടും ആക്സിഡൻ്റലി ഒരുപാട് പേരുടെ പ്രൊമോട്ട് ചെയ്യുന്നു, നമ്മൾ പ്രചോദനം നൽകുന്നു എന്ന് പറയുന്നത്. ഇപ്പം വന്ന് എഴുതുക എന്ന് വിളിച്ച് പറഞ്ഞൊരു അധ്യാപനമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാണ് രണ്ടാമത് എഴുതുന്നത്. അപ്പോൾ ആ ജോലി എത്രത്തോളം വൈശാഖിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രിപ്പറേഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട്? ബേസിക്കലി എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ ജോലി കയ്യിലിരിക്കുന്നുണ്ടായിരുന്നു. കാരണം വീട്ടിലേക്ക് പൈസ ചോദിക്കേണ്ട ആവശ്യമില്ല,
നമ്മുടെ ആവശ്യത്തിന് ചിലവാക്കാൻ പൈസ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം ഒരു വർഷം സിവിൽ സർവീസ് എക്സാം പ്രിലിംസ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക, അടുത്തൊരു എക്സാം എന്ന് പറയുന്നത് ഒരു 1 ഇയർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ടെൻഷൻ അടിച്ച് വീട്ടിലിരിക്കുന്നത് നല്ലതാണ് ഒരു ജോലി സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നത്. അതൊരു പെർമനൻറ്റ് ജോലി കൂടെ ആയിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഫിനാൻഷ്യലി മാത്രമല്ല, ഒരിക്കലും മെൻ്റലിയും നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു സംഭവമാണ് ഈ ജോലി എന്ന് പറയുന്നത്. ടോപ്പേഴ്സ് പലരും രണ്ട് അഭിപ്രായങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നാമത്തത് ഈ നമുക്കൊരു പ്ലാൻ ബി ഒരിക്കലും ഉണ്ടായിരിക്കരുത്. ബിക്കോസ് എന്താണ്, അത് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും, നമുക്ക് ഫോക്കസോട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയാം. വേറൊരു കാറ്റഗറി പറയാം, മീൻസ് ഒരു പ്ലാൻ ബി ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് ഓൾറെഡി നമുക്കൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടല്ലോ എന്നൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. വൈശാഖ് ഇതിനോടാണ് യോജിക്കുന്നത്? ശരിക്കും ഒരു പ്ലാൻ ബി ഫിനാൻഷ്യലി സ്റ്റേബിളായ ആളുകൾക്ക് ചിലപ്പോൾ ആവശ്യമുണ്ടാവില്ല. ചിലപ്പോൾ വീട്ടിൽ പൈസ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും പിന്നീട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഒത്തിരി പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഇതല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ കുട്ടികളുടെ അവസ്ഥ അതായിരിക്കില്ല. ഇപ്പോൾ 1-2 അറ്റംപ്റ്റിന് ശേഷം ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത പാരൻസ് ഉണ്ടാവും. ഇപ്പോൾ ചില കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ പാരൻസിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ളവർക്ക് ചിലപ്പോൾ ഒരു 1-2 അറ്റംപ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെൻറ്റർ ആവാം, അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർ ആവാം, അങ്ങനെയൊക്കെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ജോലി എന്ന് പറയുന്നത് സ്റ്റേയിങ് വിത്ത് യു പി സിയിൽ നിൽക്കുക എന്ന് പറയുന്നത് വെറുതെ UPSC എന്ന് മാത്രം പറഞ്ഞ് നിൽക്കാതിരിക്കുക. കാര്യം എല്ലാം ചെയ്യണം. ഇൻകേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു അടുത്ത ഒരു ലൈഫിലേക്ക് പോകണം, അതിനുള്ളൊരു മെൻ്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കി വെക്കണം. അതിന് ഈ ജോലി കൊണ്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ജോലിയുള്ള സമയത്താണ് ജോലി ഇല്ലാത്ത സമയത്താണ് കൂടുതൽ പഠിച്ചത്. കാരണം ജോലി നമുക്ക് തരുന്നൊരു ഡിസിപ്ലിൻ ഉണ്ട്. അതായത് രാവിലെ ചെല്ലണം, തിരിച്ചു പോകണം, ഒരു ടൈം പീരീഡ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ആസ്പിരൻ്റ് ആയിരിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുന്നതിനൊരു സമയമില്ല, കിടന്നുറങ്ങുന്നതിനൊരു സമയമില്ല, ഭക്ഷണം കഴിക്കുന്നതിനൊരു സമയമില്ല. അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് നടക്കും. അപ്പോൾ ഒരു കൃത്യമായൊരു സ്റ്റഡി പ്ലാൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജോലിയുടെ പഠിക്കുന്നതാണ് കുറച്ചുകൂടെ സുഖമായിട്ട് എനിക്ക് തോന്നിയത്. വൈശാഖ് എങ്ങനെയായിരുന്നു ജോലിക്കിടയിലെ പ്രിപ്പറേഷൻ? എങ്ങനെ പ്ലാൻ ചെയ്യണം വർക്കിംഗ് ആസ്പിറൻസ്? നമ്മൾ ശരിക്കും പ്രിലിംസ് മെയിൻസ് എന്ന് രണ്ടായിട്ട് തരംതിരിച്ചു. അപ്പോൾ ഡെയിലി ഞാനൊരു 20 MCQ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും. 2-3 ആൻസേഴ്സ് എഴുതി എൻ്റെ മെൻറ്റേഴ്സിന് അയച്ചു കൊടുക്കും. മെൻറ്റേഴ്സ് എനിക്ക് ഫീഡ്ബാക്ക് വൈകുന്നേരം തരും. അടുത്ത ദിവസം അതനുസരിച്ച് ഞാൻ പ്രിപ്പറേഷൻ നടക്കും. അപ്പോൾ ഡെയിലി MCQ സോൾവിങ്ങും ഉണ്ട്, ഈ പറയുന്ന ആൻസർ റൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ മോസ്റ്റ് എസെൻഷ്യൽ കാര്യങ്ങൾ അവിടെ നടന്നു പോകുന്നുണ്ട്. മെയിൻസിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അതെ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജോലി സ്ഥലത്ത് ഉണ്ടാക്കേണ്ട കോപ്പറേഷനാണ്. അതായത് നമ്മളൊരു മോശം അറ്റ്മോസ്ഫിയറിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കില്ല. പക്ഷേ ഞാൻ ജോലി സ്ഥലം എന്ന് പറയുന്നത് അവർ സപ്പോർട്ടീവായ, നമ്മളവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ അവർ മാക്സിമം ഇപ്പം നമ്മളോട് പറയാതെ തന്നെ പല കാര്യങ്ങളും അവർ ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിലെന്ന് പറഞ്ഞാൽ ഞാനൊരു ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്നത്, ഞങ്ങളുടെ ഹെഡായിട്ടുള്ള ഡോക്ടർ. അതെ. ഇപ്പം അതെ ആനന്ദ് എന്നാണ് ഡോക്ടറിൻ്റെ പേര്. ഇപ്പോൾ ഈ ഡോക്ടർ ഒരു ദിവസം ട്രഷറി പോകണം. ട്രഷറി 11 കിലോമീറ്റർ ദൂരത്താണ്. അപ്പോൾ ഞാനാണ് പോകേണ്ടത്. ഞാൻ എന്തോ വായിച്ചിരിക്കുന്ന സാറ് കണ്ടു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ്, മീൻസ് പുള്ളി ഒരു ഡോക്ടറാണ്, ഞാൻ എന്ന് വെച്ചാൽ എൻ്റെ ജോലിയാണത്. അപ്പം ഡോക്ടർ അതുവഴി എവിടെ പോകുന്നുണ്ട്, സാറിന് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സാറിനതൊരു ഈഗോ പ്രശ്നമില്ല, കാരണം ഞാനത് ചെയ്തോട്ടെ. അതുപോലെ എൻ്റെ ഓഫീസിലുള്ള പല ആളുകളും തന്നെ, അതായത് എന്നോട് പറയുന്നില്ല, പക്ഷേ ചില ജോലികൾ അവർ കൂടുതൽ ചെയ്യും. അതായത് എനിക്കത് കുറച്ചുകൂടെ ഞാനത് ഉപയോഗിക്കുമെന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തവരുണ്ട്. അവരെന്ന് പറഞ്ഞാൽ അവരിൽ ഒരാളായിട്ട് കാണുന്നു. അതായത് ദൂരത്തുനിന്ന് വന്ന് നിൽക്കുന്ന ഒരാൾ, അതായത് അവിടെ വരുന്ന എല്ലാവരും അങ്ങനെ, അതായത് ട്രാൻസ്ഫർ ആയി അവിടെ തന്നെ സ്റ്റേ ചെയ്തിരുന്നത്. അതെ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്തിട്ടാണ്. അതെ. അതിൻ്റെ മേജർ റീസൺ നമുക്കൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് മൊത്തം 4 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും ട്രാവലിന് മാത്രം. അപ്പം അതിന് എളുപ്പത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്തു. എങ്ങനെയായിരുന്നു ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? വേരി വിത്ത് ഡേ ആണ്. അതായത് ഇപ്പം മൺഡേ ആണെന്നുണ്ടെങ്കിൽ ഞാൻ മൺഡേ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകുന്ന ദിവസമാണ്. അപ്പോൾ അന്ന് രാവിലെ ഒരു 8:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ 8:30 ഇറങ്ങുന്ന സമയത്തേക്ക് അപ്പം രാവിലത്തെ പഠിത്തം വളരെ കുറവായിരിക്കും. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്നിട്ട് പ്ലാൻ ചെയ്യും. അപ്പോൾ ഇന്നൊരു 10 MCQ 2 ആൻസർ, എന്നിട്ട് ആ രീതിക്ക് പ്ലാൻ ചെയ്യും. വൈകുന്നേരം കുറച്ച് കൂടുതൽ സമയം എടുത്ത് ഒരു 10-11 മണി വരെ ഇരുന്ന്, ഇപ്പോൾ ഒരു ജോലി സ്ഥലം 5 മണിക്ക് കഴിയും. അതിനുശേഷം ഒരു 6-7 മണി തൊട്ട് ജസ്റ്റ് പഠിച്ചു തുടങ്ങും. അപ്പോൾ ഡെയിലി ഒരു 6 മണിക്കൂർ കവർ ചെയ്യുന്നുള്ള അർത്ഥമാണ്. മിനിമം 7 hours പഠിച്ചിരുന്നു? 6 hours മിനിമം. ഫോക്കസ് ചെയ്ത് 6 മണിക്കൂറാണ്. രാവിലെ ഒരു 3 hours നോക്കും, ഈവനിങ് 3 hours. ഇപ്പോൾ രാവിലെ 3 hours പറ്റില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈവനിങ് അതും കൂടെ ചേർത്ത് കോമ്പൻസേറ്റ് ചെയ്യും. ഞാൻ ഫോക്കസ് ചെയ്ത ടൈമിൻ്റെ അപ്പുറത്തേക്ക് സിലബസിലെ കാര്യങ്ങൾ കവർ ചെയ്യാനും MCQ സോൾവ് ചെയ്യാനും ആൻസർ റൈറ്റിംഗ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ എന്തോരം പഠിച്ചു എന്നുള്ളതല്ല, UPSCക്ക് വേണ്ട എസെൻഷ്യൽ ആൻസർ റൈറ്റിംഗ് MCQ സോൾവിംഗ് ആണ്, അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന രീതിയിലാണ് പഠിച്ചത്. എന്താണ് സിവിൽ സർവീസും ഭാഗ്യമായിട്ടുള്ള ബന്ധം? ശരിക്കും നമുക്ക് മാർക്ക് നേരത്തെ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കത് ഭാഗ്യം കൊണ്ടാണോ പോയത് ഇല്ല എന്ന് നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ഭാഗ്യത്തിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഉണ്ടാവും, പക്ഷേ ഞാനെപ്പോഴും വർക്കിനും സിറ്റുവേഷൻസിനും മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാറില്ല. ഒരു കുറച്ച് തോൽവിയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ അന്നേരത്തെ സിറ്റുവേഷൻ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് പോയി പ്രിലിംസ് MCQ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ മെയിൻസാണ് ആൻസർ റൈറ്റിംഗ് ചെയ്ത് വെക്കുക. റെസ്റ്റ് ഓഫ് ദ കാര്യം മറ്റുള്ള കയ്യിലാണ്. നമ്മുടെ മോശം സമയങ്ങളിലാണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ നമ്മൾ തിരിച്ചറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട്സ് ഒക്കെ നമ്മുടെ ഒരു പിയർ ഗ്രൂപ്പ്സ് ഒക്കെ നമ്മുടെ ഈ സക്സസ്സിൽ എത്രത്തോളം ഒരു ഡിസൈഡിങ് ഫാക്ടറാണ്? അത് വല്ലാത്തൊരു ഡിസൈഡിങ് ഫാക്ടറാണ്. അത് നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നതനുസരിക്കും.
അപ്പോൾ നമുക്കൊരു ടോക്സിക് ഏരിയയിൽ നമുക്ക് ഒഴിഞ്ഞ് നിൽക്കാനേ പറ്റുള്ളൂ. ഒരു ഈ ടോക്സിക് ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു UPC ആസ്പിരൻ്റ് ആയിരിക്കും. കാരണം ഇത് ലോങ് പ്രോസസ്സാണ്. എല്ലാവർക്കും ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവണമെന്നില്ല. ശരിക്കും നമ്മുടെ ചുറ്റും നിൽക്കുന്നത് ഫ്രണ്ട്സ് മാത്രമല്ല, എല്ലാവരും തന്നെ നമ്മുടെ റിസൾട്ട് ഒരുപാട് ബാധിക്കുന്ന കാര്യമാണ്. അത് ചില ഏരിയാസ് നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. എന്ത് കേട്ടാലും വൈശാഖിൻ്റെ ഒന്നും ഫീൽ ചെയ്തിരുന്നില്ല അല്ലേ? അപ്പോൾ ആ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് വൈശാഖിനെ എത്താൻ എനിക്ക് തോന്നുന്നു ക്വിസിങ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് വൈശാഖിൻ്റെ ആ ഒരു ജേർണിയിൽ ക്വിസിങ് ഹെൽപ്പ് ചെയ്തത്? ക്വിസിങ് ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റ് മാത്രമല്ല, ഒരു കോംപ്രഹെൻസീവ് ലെവലിൽ നമ്മൾ പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന എന്ത് കാര്യങ്ങളും നമ്മൾ ആ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. ഇപ്പോൾ നമ്മളൊരു സ്കൂളിൽ ടീച്ചേഴ്സുമായിട്ടാണ് ഡീൽ ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ പബ്ലിക്കുമായിട്ടാണ് ഡീൽ ചെയ്യേണ്ടത്. അപ്പം ആളുകളെ തരംതിരിച്ച് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പരിപാടികൾക്ക് നമുക്ക് ഇഗ്നോർ ചെയ്ത് വിടുക. നമ്മൾ ഒരുപാട് ആളുകളോട്ട് ഡീൽ ചെയ്താൽ മനസ്സിലാവും. നമുക്ക് ഒരു മീറ്റർ വേണം ആളുകളോട്ട് ഡീൽ ചെയ്യാനായിട്ട്. എല്ലാത്തിനും റിയാക്ഷൻസ് ആവശ്യമില്ല. അതെ, കുറേ കാര്യങ്ങളെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ കുടിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. നമുക്ക് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അവരോട് പറഞ്ഞ് ജയിക്കേണ്ട കാര്യമില്ല. നമ്മളപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് ഒരു കറക്റ്റ് മീറ്റർ വെച്ച് ആളുകളെ ഡീൽ ചെയ്യാൻ പഠിക്കണം. നമ്മൾ സിറ്റുവേഷൻ നോക്കണം. ഒരുപക്ഷെ എല്ലാവരുടെ അടുത്തുനിന്നും ഒരു മാന്യതയും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാനും പാടില്ല. സിവിൽ സർവീസിൽ അത് തന്നെയാണോ വൈശാഖ് ചെയ്തത്? അതെ, ഇതിനെ പറ്റി ഒട്ടും കൺസേൺ ഉണ്ടായിരുന്നില്ല. നമുക്ക് കൺസേൺ ഉണ്ടാവും, അത്ര ഭീകരമായ കൺസേൺ ഒന്നുമില്ല. പ്രതീക്ഷിച്ചിരുന്നു ഈ വർഷത്തെ റിസൾട്ട്? പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് മെൻറ്റേഴ്സ് നിനക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഉറപ്പ് പറഞ്ഞില്ല. ഇന്റർവ്യൂ കഴിഞ്ഞിറങ്ങിയപ്പോൾ വൈശാഖിന് എന്താ ഫീൽ? കിട്ടിയെന്ന് തോന്നി. കാരണം അതെ, കാരണം ഞാൻ അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല. ഇന്റർവ്യൂ ബോർഡ് ചേർന്നവരൊക്കെ ചിരിച്ച് സന്തോഷിച്ച് ബേട്ടാന്നൊക്കെ വിളിച്ചും ഭയങ്കര ഹാപ്പി ആയിട്ട്. അതിൻ്റെ ഒരു എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇറങ്ങിപ്പോകുന്ന സമയത്ത് എനിക്ക് ഡോർ ഓർമ്മയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ നിന്നിട്ട് കൺഫ്യൂസ് ആയി. പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇന്റർവ്യൂ ജസ്റ്റ് ഇറങ്ങി അങ്ങോട്ട് പോവാണ്. ഇന്റർവ്യൂ ബോർഡ് ചെയർമാൻ ആ സീറ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ വാതിലാണെന്ന് കാണിച്ചു തന്നു. എന്നുവെച്ചാൽ അപ്പോൾ മനസ്സിലായി അവർ നമ്മൾ അങ്ങനെ ഒരു ഭീകരമായിട്ടുള്ള ആൾക്കാരൊന്നും അല്ല, കുഴപ്പമില്ലാത്തൊരു മാർക്കും ഇൻ്റർവ്യൂവിൽ കിട്ടി. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് എൻ്റെ പ്രതീക്ഷ ഒരു സ്കൈ റോക്കറ്റ് ലെവലായിരുന്നു, കിട്ടി എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും UPSC എന്ന് പറയുന്ന അൺപ്രഡിക്റ്റബിലിറ്റി നമ്മൾ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടൊരു പേടി മാത്രമുള്ളായിരുന്നു. കിട്ടിക്കഴിഞ്ഞ് എനിക്ക് കോൾ വന്ന ശേഷം ഒരു 4-5 മിനിറ്റുള്ളിൽ ഞാൻ നോർമലായി. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് പോയി. ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ റോഡിലാണ്. അപ്പോൾ ഞാൻ ആലപ്പുഴയിലേക്ക് തിരിച്ചു വരും. 65 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഹരിപ്പാട് കഴിഞ്ഞ് റോഡ് പണിയടക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. റിസൾട്ട് കിട്ടി എനിക്ക് ആരും പറയാനില്ല. അതെനിക്ക് വിവരിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറേ നേരം റോഡിങ്ങനെ നിന്നു. അപ്പം കുറച്ച് കോൾസ് വരുന്നുണ്ട്, കോൾസ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഡോക്ടർ ഞാൻ വിളിച്ചിരുന്നു. അപ്പം സാറിനോട് ഞാൻ പറഞ്ഞു, ഞാൻ സാറിനാണ് ഫസ്റ്റ് വിളിക്കുന്നത് റിസൾട്ട് കഴിഞ്ഞ ശേഷം. വീട്ടിലോട്ട് വിളിക്കുന്നത്, സാറിനെ വിളിച്ചിട്ടാണ് വീട്ടിലോട്ടും വിളിക്കുന്നത്. അപ്പം പുള്ളിയും പറഞ്ഞത്, റിസൾട്ടിനെ പറ്റി ഇപ്പോൾ നോക്കണ്ട, സമാധാനമായിട്ടൊന്ന് വണ്ടി ഓടിച്ച് വീട്ടിൽ ചെല്ലുക. അവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ വീണ്ടും വീട്ടിലേക്കുണ്ട്. അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, എനിക്ക് അവിടെ വെച്ച് സംസാരിക്കാൻ കാര്യമില്ല. മോഹൻലാൽ ഒരിക്കൽ സമ്മാനമായിട്ട് ഒരു സ്കൂൾ വിദ്യാർത്ഥിക്ക് ലാപ്ടോപ്പ് തന്നൊരു മോട്ടിവേഷൻ എന്തായിരുന്നു വൈശാഖ്? ആ കഥയൊന്ന് പറയാമോ? ശരിക്കും അതൊരു ക്വിസ് കോമ്പറ്റീഷൻ്റെ പ്രൈസാണ് ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. അപ്പം മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന്, ലാലേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കത്തുള്ളൂ, ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് കിട്ടി. അതാണ് സംഭവം. അതായത് ആ ക്വിസിൻ്റെ പ്രൈസ് ലാപ്ടോപ്പാണ്. അപ്പോൾ കിട്ടിയത് ലാലേട്ടൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു വന്നപ്പോഴേക്കും എന്താ ലാലേട്ടൻ ലാപ്ടോപ്പ് വന്നെന്നുള്ള നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് കിട്ടി, അങ്ങനെയാണ്. അപ്പം ഞാനന്ന് +2 പഠിക്കുകയാണ്. അപ്പോൾ എനിക്കത് ക്വിസ് ജയിക്കണമെന്ന് ആഗ്രഹമില്ല. എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ, ഞാൻ കുട്ടിക്കാലം തൊട്ട് തന്നെ ഒരു ഡൈ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ എൻ്റെ സങ്കടം എന്ന് പറഞ്ഞാൽ, എനിക്ക് തുടരുമെന്ന് കാണാൻ പറ്റുന്നില്ല. ഞാൻ ഏകദേശം 1 മാസം കഴിഞ്ഞാൽ സിനിമ കാണുന്നത്. അപ്പം ഞാൻ പലതവണ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ പരിപാടി വരുന്നു. അപ്പം എനിക്ക് ദേഷ്യം വന്നു തുടങ്ങി. കാരണം ആ ഒരു സമയത്ത് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ലാലേട്ടനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കണ്ടൊരു പടമാണ്. അപ്പം അങ്ങനെ ലാലേട്ടനും ഭയങ്കരമായിട്ട് എനിക്കത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്തോ ഒരു വലിയ സംഭവം എന്ന് എനിക്കൊരു തോന്നുന്നത്. കാരണം നമ്മളെപ്പോഴും എന്തുണ്ടെങ്കിലും അവസാനം എടുത്തെടുത്തൊരു ഫോട്ടോ അതാണ്. സിവിൽ സർവീസ് എങ്ങനെ ജീവിതം മാറ്റി വൈശാഖ്? ഈ ഒരു സിവിൽ സർവീസ് വിജയം ശരിക്കും സ്വഭാവം മാറ്റി. അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം എൻ്റെ വീട്ടുകാർ ഇപ്പോൾ നോർമലായി. അപ്പോൾ അച്ഛൻ ചെയ്യുന്ന ജോലി ചെയ്യുന്നു. ഞാൻ ആക്ച്വലി ഒരു മാർക്കറ്റിംഗ് എക്സ്പെർട്ടൈസാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ചേട്ടൻ്റെ പാതയിലേക്കൊന്ന് ശ്രമിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല, സാധ്യതയില്ല. കാരണം ഇങ്ങനത്തെ ഇതിന് വേണ്ട കുറച്ച് സംഭവങ്ങൾ ആൾക്ക് താല്പര്യമില്ല, ഇരുന്ന് പഠിക്കാനും താല്പര്യമില്ല. ഒരുപാട് എഫേർട്ട് എടുക്കണം. എഫേർട്ട് എടുത്താലും കിട്ടുന്ന ഒരു കാര്യമല്ലല്ലോ. ഒരു 0.1% പേര് ക്ലിയർ ചെയ്യുന്ന ഒരു എക്സാം അല്ലേ. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇതിലേക്ക് താല്പര്യമില്ല. അവർ കൂടുതൽ റിവാർഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? അച്ഛൻ വണ്ടി ഓടിക്കുകയാണ്, അമ്മ വീട്ടിൽ കാര്യങ്ങൾ മാത്രം. അതെ. വൈശാഖിൻ്റെ ഒരു സക്സസ് അനലൈസ് ചെയ്യുമ്പോൾ അതിൽ സാധാരണക്കാരനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. വൈശാഖ് പഠിച്ചതെല്ലാം നമ്മുടെ ഗവൺമെൻറ് സ്കൂൾസിൽ പഠിച്ചു വന്നു. ഡിഗ്രിക്ക് അത്യാവശ്യം നാട്ടിലെ മെജോറിറ്റി ആൾക്കാരെ പോലെ കുറച്ച് സപ്ലികളൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് വൈശാഖ്. ഒരു വിദ്യാർത്ഥിയാണ് വൈശാഖ്. പിന്നെ ഒരു ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിൽ നിന്ന് സിവിൽ സെർവൻ്റ് ആയ വൈശാഖ്. അപ്പം എങ്ങനെ നോക്കിയാലും ഒരു സാധാരണക്കാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവറേജ് വിദ്യാർത്ഥികൾ നമ്മൾ പൊതുവേ പറയുന്ന കുട്ടികൾക്ക് വളരെ ഒരു മോട്ടിവേഷനാണ് വൈശാഖ് അല്ലേ. വൈശാഖ് എങ്ങനെയാണ് അതിനെ അഡ്രസ്സ്? വൈശാഖിൻ്റെ സ്കൂൾ ലൈഫ് ഒന്ന് പറയാമോ വൈശാഖ്?
ശരിക്കും നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറിൻ്റെ ഒരു കാര്യമാണ് നമുക്കൊരാൾ ആവറേജ് ആണോ ഇങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇപ്പം മാർക്ക് നോക്കി ഞാൻ ആവറേജ് ആണ്, പക്ഷേ എൻ്റെ ക്ലാസ്സിൽ അത്ര മാർക്കില്ലാത്ത ഒരാളായിരിക്കുമ്പോൾ ഞാൻ സ്റ്റേറ്റ് ലെവലിൽ ക്വിസിന് ഫസ്റ്റ് മേടിച്ച ഒരാളാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ഞാൻ യോജിച്ച് പോകുന്നില്ലെന്ന് മാത്രമേ ഉള്ളായിരുന്നു. നമ്മളുടെ നാട്ടിൽ എന്താ പറയുക, അക്കാഡമിക് എക്സലൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മാർക്സുമായിട്ട് റിലേറ്റഡ് ആയിപ്പോയി അല്ലേ? ശരിക്കും നമ്മൾക്കൊരു സ്കിൽസും നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പഠിച്ച ഫിസിക്സ് ആണ്, എനിക്ക് അതിലാണ് സപ്ലൈ വരുന്നത്. പക്ഷേ ഞാൻ ഹിസ്റ്ററിയിലോ പൊളിറ്റിക്കൽ സയൻസിലോ അങ്ങനെയുള്ള ടോപ്പിക്സിൽ അത്ര പ്രശ്നമുള്ള ആളല്ല. ഞാൻ കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ്, പ്രത്യേകിച്ച് റീസൺ ഇല്ലാത്തതുകൊണ്ടാണ് എടുത്തത്. അപ്പോൾ ഞാൻ എടുക്കുന്നതിന് മുമ്പ് ചോദിക്കുന്ന പലരോട് ചോദിക്കുമ്പോഴേക്കും ഫിസിക്സ് എടുത്താൽ ഭയങ്കര സ്കോപ്പാണ്, അത് എന്ത് സ്കോപ്പാണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ആളുകളുടെ ഉള്ളിൽ തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആസ്പിറൻസുമായിട്ട് സംസാരിക്കാൻ പോയ സമയത്തേക്ക്, ഇത് കുട്ടികളാണ് പ്ലസ് 2 പഠിക്കുന്നത്. അപ്പോൾ ഒരു ഡിഗ്രിക്ക് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് സയൻസ് ബേസ്ഡ് ആണ്. പ്ലസ് 1 കുട്ടികൾ എടുക്കാൻ പോകുന്നത് ബയോളജി സയൻസ് ആണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് ബയോളജി സയൻസ് പഠിച്ചാൽ എവിടേക്കും പോകാം, ഗ്രാജുവേഷൻ സബ്ജക്റ്റിൽ സയൻസ് ഒന്നും എവിടേക്കും പോകാം. അത് ഭയങ്കര തെറ്റിദ്ധാരണയാണ്. അത് ഈ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഐഡിയ ഇല്ലാത്ത ആൾ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നമുക്ക് ഏത് സബ്ജക്റ്റ് എടുത്താലും അതിൻ്റെ സാധ്യതകളും പ്രശ്നങ്ങളും നമ്മൾ അനലൈസ് ചെയ്യണം. അത് നമുക്ക് സയൻസ് മാത്രമല്ല പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റ് ഒരു ട്രെൻഡ് പറഞ്ഞുതരാം. ആലപ്പുഴയിലുള്ള മിക്ക കോളേജസിൽ ഇപ്പോൾ സയൻസിനെക്കാട്ടി കൂടുതൽ ഡിമാൻഡ്സ് ഉള്ളത് ആർട്സ് സബ്ജക്ട്സിനാണ്. 10ൽ താഴെ കുട്ടികളുള്ള കോളേജസ് ഉണ്ട് ഇവിടെ. അതായത് ആളുകൾ മനസ്സിലാക്കി, കാരണം സയൻസ് കുറച്ചുകൂടെ പഠിക്കാൻ കുറച്ചുകൂടെ സമയം എടുക്കും, ബുദ്ധിമുട്ടാണ്, ലാബൊക്കെ ഉണ്ട്. അപ്പോൾ ഈ എടുക്കുന്നതിനുള്ള റിവാർഡ് അവർക്കുണ്ടോ? ഇപ്പോൾ എനിക്ക് ഫിസിക്സ് എടുത്തതിന് വലിയ റിവാർഡിങ് അല്ല, ലാബും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള റിവാർഡ് എനിക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നില്ല. ഞാൻ ഈ സപ്ലൈ ക്ലിയർ ചെയ്യാൻ പോകുന്നു, അപ്പോൾ ഞാൻ അതിനൊക്കെ ഒരുപാട് എഫേർട്ട് എടുക്കുന്നു. ഇത് ക്ലിയർ ചെയ്തുകൊണ്ട് എനിക്കൊരു ജോലി കിട്ടുന്നില്ല. അതിനുവേണ്ടി ഞാൻ വേറൊരു എക്സാം എഴുതണം. അപ്പോൾ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നുള്ളൊരു തോട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഫോക്കസ് ചെയ്തത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതാനാണ്. ശരിക്കും ലാസ്റ്റ് ഗ്രേഡിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊരു 10ന് മുകളിൽ ജോലി കുറേ കിട്ടി. ഞാനത് പോകാതിരുന്നതാണ്. ഞാൻ ചോദിക്കാൻ വരായിരുന്നു, PSC കിട്ടിയ പിന്നീട് വന്ന ജോലികളിലേക്കൊന്നും വൈശാഖ് പോയില്ലല്ലോ, എന്തുകൊണ്ട് ഈ ലാസ്റ്റ് ഗ്രേഡിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തത്? റീസൺ പഠിക്കാനൊരു സമയം കിട്ടുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ എനിക്ക് ക്വിസിങ് ആക്ടിവിറ്റി അങ്ങനെ ആക്ടിവിറ്റി വലിയ റിസ്ക് ആയിരുന്നല്ലേ വൈശാഖ്, അൺസർട്ടനിറ്റി വെച്ചിട്ട്. ഇപ്പോൾ പേടി തോന്നുന്നുണ്ടോ അങ്ങനെ? ഇല്ല, ചെയ്തതിനെ പറ്റി ഓർത്ത് എനിക്ക് അത്ര വീട്ടുകാർക്ക് അറിയാമായിരുന്നു, വീട്ടുകാർക്ക് അറിയാൻ ചാൻസ് കുറവാണ്. ഞാൻ അങ്ങനെ അതിനെപ്പറ്റി അങ്ങനെ ഒരു കാര്യം ഷെയർ, ഞാൻ ജോലിക്ക് പോയി തിരിച്ചു വരും, നമുക്ക് വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ വീട്ടിൽ എല്ലാം ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഇടയ്ക്ക് സർവീസ് സർട്ടിഫിക്കറ്റ്സ് ഓഫീസിൽ നിന്ന് മേടിക്കുമ്പോൾ ഞങ്ങളുടെ ഹെഡിനും ഞങ്ങളുടെ ഓഫീസിലെ ചേച്ചിക്കും അറിയാത്. അതായത് അവർ നോക്കുമ്പോൾ എന്തോ PSC റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആക്ച്വലി റാങ്ക് കിട്ടി ജോലി കിട്ടാനുള്ള പോസിബിലിറ്റിയുള്ള ഗ്രാജുവേറ്റ് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ അത് ഡിലീഷൻ കൊടുക്കും, ചിലവർ വിളിക്കുമല്ലോ നമ്മളെ, അപ്പോൾ ഡിലീഷൻ കൊടുക്കും. അതിനുശേഷം ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ സാലറി ഏകദേശം 23,000 ഓൺ ഹാൻഡ് കിട്ടും. അപ്പോൾ മറ്റ് സാലറി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി 10-15,000 രൂപ കൂടുതലാണ്. പക്ഷേ അതിനുവേണ്ടി ഞാൻ എടുക്കേണ്ട റിസ്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ കുറച്ച് ഇൻട്രസ്റ്റുകൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും, കൂടും. അതെ അതെ, നമ്മൾ ജോലി മാത്രമല്ലല്ലോ ജീവിതം, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. അപ്പം ഞാൻ അതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ലാസ്റ്റ് ഗ്രേഡിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് കളിയാക്കൽ കിട്ടുമെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. വൈശാഖിൻ്റെ ഒരു ക്വിസിംഗ് ക്ലബ്ബ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ശരിക്കും എൻ്റെ മാത്രം ക്ലബ്ബല്ല അത്. ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സും, എൽവിൻ, വിനീത് എന്ന് പറഞ്ഞ 2 ഫ്രണ്ട്സും ഞാനും കൂടെ ചേർന്ന് ഏകദേശം ഇവിടേക്ക് ഇരുന്ന് പ്ലാൻ ചെയ്ത്, ഈ സ്ഥലത്തേക്ക് ഇരുന്ന് പ്ലാൻ ചെയ്തൊരു ക്ലബ്ബാണ്. ലെനോബ് എന്നാണ് എൻ്റെ പേര്. ലീവിങ് നോ വൺ ബിഹൈൻഡ് എന്നാണ് കോർ ഐഡിയ. അപ്പോൾ നമ്മൾ കുറച്ച് ക്വിസസ് ചെയ്യും, കുട്ടികളെ ട്രെയിൻ ചെയ്യും, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ മെജോറിറ്റി ഓഫ് ദ പ്രോഗ്രാംസും പൈസ മേടിച്ചിട്ടല്ല ചെയ്യുന്നത്, ഫ്രീ ആയിട്ടാണ്. പക്ഷേ പൈസ മേടിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയും അതിനകത്തുണ്ട്. വൈശാഖ് ഇപ്പോൾ പറഞ്ഞു ആക്സസിബിൾ ആയിട്ടുള്ള, വളരെയധികം ആക്സസിബിൾ ആയിട്ടുള്ള ആളാണ് വൈശാഖ്. ഒരു സിവിൽ സർവൻ്റ് ആയാലും നമുക്ക് ഒരുപാട് ഒരു പവർഫുൾ പൊസിഷൻസിലുണ്ട്. ഏത് സർവീസ് കിട്ടിയാലും അങ്ങോട്ടാണ് വൈശാഖ് പോകാൻ പോകുന്നത്. ആ ഒരു പവറൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്ന വൈശാഖ് ഇപ്പോൾ ഒരു ആഗ്രഹം? അത് അന്നേരത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച്. അപ്പോൾ എനിക്ക് എപ്പോഴും മനസ്സിലുള്ളത് ഒരു മോസ്റ്റ് കോമൺ മാനിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എന്തും ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതെപ്പോഴും പണ്ടും അത് തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ ക്വിസ് നടത്തിയെന്ന് വിചാരിക്കാം. അപ്പം ഉത്തരം എഴുതി ജയിക്കുന്ന പിള്ളേരുണ്ട്, ഉത്തരം എഴുതാതെ തോക്കുന്ന കുട്ടികളുണ്ടാവും. തോക്കുന്നതല്ല, അന്നേരത്തേക്കൊരു പുറകിലേക്ക് വരുന്ന പിള്ളേരുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ഒരാളങ്ങ് ഗ്ലോറിഫൈ ചെയ്യുക. നമ്മൾ ആ സിറ്റുവേഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈക്വലി അവിടെ ഇരിക്കുന്ന 100 കുട്ടികളുണ്ടെങ്കിൽ 100 കുട്ടികൾക്കും പ്രശ്നമാകാത്ത തരത്തിൽ വേണം അതിൻ്റെ റിസൾട്ടിനെ വ്യാഖ്യാനിക്കാൻ. അതൊരാൾക്ക് സാധിക്കും. അതായത് ഇത് പ്രശ്നമല്ല, ഇത് തോറ്റു, നിനക്ക് പ്രശ്നമല്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവ് മനസ്സിലാക്കി അവരെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഏതൊരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പോലും നമ്മൾ അത്തരത്തിൽ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാനുള്ളൊരു അറ്റംപ്റ്റ് എടുക്കണം. എല്ലാവരെയും പറ്റില്ലെങ്കിലും ഗ്രാജുവലി നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. പൊതുവിദ്യാലയങ്ങൾ വൈശാഖിന് തന്നൊരു ഊർജ്ജം എന്താ വൈശാഖ്? ഏറ്റവും വലിയ പോസിറ്റീവ് എന്താ വൈശാഖിൻ്റെ ലൈഫിൽ? ഈ ഗവൺമെൻറ് സ്കൂൾസിൽ നമ്മൾ പഠിച്ചിട്ട് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്തൊരു കാര്യം എന്താ? ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് കൈൻഡ് ഓഫ് ക്രൗഡ്, ഡിഫറെൻറ്റ് സെക്ഷനിലുള്ള ക്രൗഡിനെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് സ്കൂൾസ്, പബ്ലിക് സ്കൂൾസ് ഭയങ്കര അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ ഏതൊരു പോളിസിയും കൊണ്ടുവരുമ്പോൾ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കൺസിഡർ ആയിട്ടാണ് പോളിസീസ് എല്ലാം കൊണ്ടുവരുന്നത്. അപ്പം
ഒരു സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന് പറയുന്നത് കാണുന്നത് കൂടുതലും ഗവൺമെൻറ് സ്കൂൾസ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ മറ്റ് പബ്ലിക് സ്കൂൾസിലേക്കൊക്കെ, അതായത് ഗവൺമെൻറ് ഇല്ലാത്ത സ്കൂളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഫെസിലിറ്റീസ് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളെന്ന് പറയുന്നത് കുറച്ചുകൂടി സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ആളുകളുടെ മക്കളായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരിക്കലും ഒരു യഥാർത്ഥ ലൈഫിൻ്റെ റിയാലിറ്റികൾ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം സ്കൂളിലേക്കൊരു 50 രൂപ കൊണ്ടുവരാൻ പറയുമ്പോഴേക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന കുട്ടികളെ ഗവൺമെൻറ് സ്കൂളിൽ കാണാം. നമുക്കറിയാം ഒരു ചെറിയ എമൗണ്ട് പോലും എഫക്റ്റഡ് ആകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ടൂർ പോകാൻ പറയുമ്പോഴേക്കും കൈപൊക്കാൻ പഠിക്കുന്ന കുട്ടികളുള്ള സ്ഥലങ്ങളാണ് ഗവൺമെൻറ് സ്കൂൾസ്. അപ്പോൾ അവിടെ പഠിക്കുമ്പോഴേക്കും നമുക്കൊരു സോഷ്യലി കുറച്ച് അവയർനെസ് ഉണ്ടാകുന്നുണ്ട്. എൻ്റെ അമ്മ ഒരു ഗവൺമെൻറ് സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ അമ്മ പറഞ്ഞ് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തും ഈ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സ്കൂൾ ബാഗ് ഇല്ലാതെ, യൂണിഫോം ഇല്ലാതെ, ഈ പറയുന്ന 5 രൂപയൊക്കെ ഒരു ഫീസ് എടുക്കാം, അതുപോലും കഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ വൈശാഖ് ശരിക്കും അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട് അല്ലേ? ഈ ജീവിതത്തിൽ ചെറിയ സ്വപ്നങ്ങൾ മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ച് ഒതുങ്ങുന്ന വൈശാഖ് അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു ധൈര്യമുണ്ട്. നമുക്കും ഈ നിലയിൽ എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരോട് വൈശാഖിന് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഞാനൊരു കഥയെന്ന് തന്നെ അത് പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറലാകുന്നു. അപ്പം വൈറലായ വീഡിയോയിൽ എൻ്റെ ഞാൻ പഠിപ്പിച്ചൊരുത്തൻ കമൻറ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ, ഒരു നാടിനെ മുഴുവൻ സിവിൽ സർവീസ് പഠിപ്പിക്കാൻ പ്രേരിപ്പിച്ച മുതലെന്ന് പറഞ്ഞാൽ അവൻ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവന് റിപ്ലൈ കൊടുത്തത്, എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ പഠിപ്പിക്കുമായിരുന്നു പറഞ്ഞു. നിന്നെ പഠിപ്പിച്ച് ഞാൻ ക്ലിയർ ചെയ്യിക്കുന്നു. അപ്പോൾ ഞാൻ കിട്ടിയില്ലെങ്കിൽ പോലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് പറ്റും. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, UPSC എക്സാം ക്ലിയർ ചെയ്യുന്നത് മാത്രമല്ല നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കണ്ടിന്യൂസ്ലി അവരെ അവയർനാക്കിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ പഠിക്കുന്ന സാഹചര്യങ്ങളോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്സോ ഒന്നുമല്ല മാറ്റർ. നമ്മുടെ മനസ്സിലൊരു കാര്യം തീരുമാനിക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഇപ്പോൾ സിവിൽ സർവീസിന് വന്നാൽ ഇന്ന വർക്ക് ചെയ്യണമെന്നറിയാം, മറ്റേതെങ്കിലും സ്ട്രീമിലേക്ക് പോകുമ്പോൾ അതിന് ഇന്ന വർക്ക് ചെയ്യണമെന്നറിയാം. ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പോലും മാറ്റർ ആവുന്നില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു സമയത്ത് പറയാൻ പറ്റുന്ന വേറൊരു പേരുടെ ഉണ്ട്, ജോയ് സെബാസ്റ്റ്യൻ എന്ന സാറിൻ്റെ പേര്. നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വീഡിയോ കോൺഫറൻസ് ആപ്പ് ഡെവലപ്പ് ചെയ്ത സാറാണ്. സാറിൻ്റെ വി കൺസോൾ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന വീഡിയോ കോൺഫറൻസിങ് ആപ്പ്. അത് ചെയ്ത് ഞങ്ങളുടെ നാട്ടുകാരനാണ്. അതൊരു രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വീഡിയോ കോൺഫറൻസ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഞങ്ങളുടെ സ്വന്തം ലോക്കൽ നാട്ടിൽ നിന്നാണ്. വളരെ ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം എത്രത്തോളം അഡ്വാൻസ്ഡായി ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടെന്ന്. സാറും ഞാൻ പഠിച്ച അതേ സ്കൂളിൽ പഠിച്ചു വന്ന ഒരാളാണ്, സാധാരണ ഗവൺമെൻറ് സ്കൂൾസിലും. അപ്പോൾ അത്തരത്തിൽ മുന്നിൽ എക്സാമ്പിൾസ് ഉണ്ട്, പക്ഷെ അവരെന്ത് ചെയ്തു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഞാനും സാറും ഒക്കെ എന്ത് ചെയ്തു എന്നുള്ളത് കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് എപ്പോഴും അവരുടെ മുന്നിൽ വിസിബിൾ ആവുന്നത്. ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് സാറെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഓടിച്ചാടി സ്കൂളുകളിലൊക്കെ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം സാറിൻ്റെ ലൈഫ് എന്താണ്. അതൊരു എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ പുറത്തുള്ള ഹാർഡ് വർക്കാണ്, അതിൻ്റെ പുറത്തുള്ള പ്രോപ്പർ പ്ലാനിങ് ആണ്. അപ്പോൾ ഞാൻ സാറിൻ്റെ ലൈഫ് കണ്ടു. അപ്പോൾ ഞാനത് പണ്ടോട്ടെ മോട്ടിവേറ്റഡ് ആയി. അപ്പോൾ ഞാനും ചെയ്യേണ്ടത് ഞാൻ കൂടുതൽ വിസിബിൾ ആയിക്കൊണ്ട് അവരോട് പറഞ്ഞു കൊടുക്കുക, എൻ്റെ ലൈഫിൽ വേറൊന്നുമില്ല, ഇതാണ് ഞാൻ. അപ്പം കൂടുതലൊന്നും ചെയ്യേണ്ടതില്ല, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഇതൊക്കെ വിസിബിളായി കഴിയുന്ന ഒരു കൂട്ടം കുട്ടികൾ ഉറപ്പായും എനിക്കറിയാം ഒരു 50 പേരെങ്കിലും എൻ്റെ നാട്ടിൽ നിന്ന് ഉറപ്പായിട്ടും എഴുതാൻ വരും ഉടനെ, അടുത്തൊരു 2 വർഷത്തിനുള്ളിൽ. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നല്ല റിസൾട്ട് ഉടനെ തന്നെ അവിടെ നിന്ന് വരുമെന്നുള്ളതാണ്. ഒരുപാട് കുട്ടികളായിട്ട് കണക്റ്റഡ് ആയ ആളായതുകൊണ്ട് ഒരുപാട് പേരെ പെട്ടെന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. വൈശാഖ് തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കുട്ടികളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് തട്ടിയിട്ട് പോകുന്ന കമ്പനിയായിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ, അത് നമുക്ക് മെസ്സേജ് അയക്കുന്ന പോലെ അവർക്കൊരിക്കലും ഒരു ഞാൻ സിവിൽ സർവീസ് കിട്ടി, ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്ന തനിക്ക് വേറെ പണിയൊന്നുമില്ല, താൻ വേറെ എന്തെങ്കിലും ചെയ്തോടെ. അതായത് അത്ര ഉണ്ട് അവർക്ക് ഫ്രീഡം. ഞാൻ കൊടുക്കാറുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് വരുന്ന കുട്ടികളുണ്ട്. അതായത് സിമ്പിളായിട്ട് വരിക. ഇപ്പം കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ഒരു കൊച്ചുകുട്ടി, അവൻ UKG കണ്ടായുള്ളൂ, അവനോട് കളിക്കാൻ വരും വീട്ടിൽ. അപ്പം ഇവൻ എൻ്റെ അടുത്ത് ചോദിക്കുമെന്ന് പറഞ്ഞാൽ, ചേട്ടാ പഠിച്ച ആരായെന്ന് ചോദിച്ചു. അതായത് എല്ലായിടത്തും ഫ്ലെക്സ് കാണും. അപ്പോൾ ഇവൻ്റെ സ്കൂളിൽ പോകുന്ന വഴിക്കൊക്കെ ഫ്ലെക്സ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇവനിങ്ങനെ വന്ന് ചോദിക്കുകയാണ് ആരാ. അപ്പം ഞാൻ പഠിച്ച് ചേട്ടനെ പോലെ ആവും, അല്ലെങ്കിൽ ഞാൻ പട്ടാളക്കാരനാകും. അത് കുട്ടികൾക്കൊക്കെ കാണുമ്പം എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. ഞാൻ അവനോട് പറയുകയും ചെയ്തത്, നിൻ്റെ സ്കൂളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിന്നെ എടുത്തോളാം എന്നൊക്കെ പറയും. കൊച്ചു പിള്ളേർക്കൊന്നും മനസ്സിലായില്ല. ഇപ്പം എൻ്റെ സിസ്റ്റർ ഇപ്പോൾ ഇവിടെ ഉണ്ട്, അവൾക്കും എന്താണ് ഇതിൻ്റെ കംപ്ലീറ്റ് സാധനം മനസ്സിലായില്ല. പക്ഷേ അവളുടെ സ്കൂളിലും ടീച്ചേഴ്സൊക്കെ ചോദിക്കും ഇതെന്താണെന്നുള്ളത്. അപ്പം ഇപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അവൾക്കും തോന്നാം നാളെ ഇങ്ങനെ ചെയ്ത് എന്തെങ്കിലും ഒരു വലിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യം ചെയ്യാൻ പറ്റും. എന്നെ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് ഞാൻ ആക്ച്വലി എതിരാണ്. സംസാരിക്കുന്ന ടോപ്പിക് അനുസരിച്ചിരിക്കും. അതായത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന UPSC എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനോടൊരു താല്പര്യത്തിൽ സംസാരിക്കാം. അല്ലെങ്കിൽ ഞാൻ മാക്സിമം ഒഴിഞ്ഞു നിൽക്കാൻ താല്പര്യപ്പെടും. ക്വിസ് നടത്തിയിട്ട് എനിക്ക് വീട്ടിലേക്ക്, എനിക്ക് അങ്ങനെ ഒരു കമ്പനി കൂടി നിന്ന് ചെയ്യുന്നതിനോട് അത്ര താല്പര്യമുള്ള ആളല്ല. പക്ഷേ ഇപ്പം എന്തോ വൈറലാകുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതൊരു പ്രഷറാണ്. കാരണം എല്ലായിടത്തും ചെല്ലുമ്പോഴേക്കും ആളുകൾ നമ്മളെ നോക്കുന്നു, നമ്മളെങ്ങനെ ബിഹേവ് ചെയ്ത് നോക്കുന്നു. ഇപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴേക്കും കാറിൻ്റെ ഡോർ ഇറങ്ങിയപ്പോൾ ഒരാൾ കുടയായിട്ട് വരികയാണ്. ഞാനിപ്പോൾ ആലോചിച്ചു, കാരണം ഈ സിവിൽ സർവൻസിനൊക്കെ കുട പിടിച്ചു കൊടുത്ത് കുറേ വിവാഹങ്ങളൊക്കെ വന്നില്ലേ, നമ്മളാരും ചോദിക്കുന്നതല്ല. ഇത് എന്താണെന്നറിയില്ല, ആളുകൾ അങ്ങനെ ചെയ്യുന്നു, നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് PSC ആസ്പിറൻസ് ഉണ്ടല്ലേ. അപ്പം അവരെല്ലാവരും ഒരിക്കലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലിസ്റ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ അകത്തെ കൊണ്ട് ഒതുക്കിയും കൂടി ഒരു കംഫർട്ട് സോണിൽ
ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അവരിൽ നിന്നൊക്കെ ചിലർ കുറച്ച് ഒരു പടി കൂടെ മുന്നേക്ക് കയറാൻ വൈശാഖിനെ പോലെ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പം അവരെന്താ ചെയ്യേണ്ടത്? അവർക്ക് വൈശാഖിന് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് എന്താ? ജീവിതത്തോടുള്ളൊരു കാഴ്ചപ്പാട് മാറ്റുക. അതായത് ഒരു പെർമനൻറ്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റിലായി എന്നുള്ള ചിന്ത മാറ്റുക. ഇപ്പോൾ നമ്മളൊക്കെ ജോലി കയറുമ്പോൾ ആദ്യം ലോൺ എടുക്കുക, വീട് വെക്കുക, കാർ വാങ്ങിക്കുക, ഇതൊക്കെ ഒരു ടെംപ്ലേറ്റ് ലൈഫ്. അതെ അതെ, ഒരു ടെംപ്ലേറ്റ് ലൈഫാണ്. അല്ലെങ്കിൽ മക്കളുടെ എഡ്യൂക്കേഷന് വേണ്ടി പൈസ സേവ് ചെയ്യുക. നമ്മൾ ആദ്യം ഒരു കാഴ്ചപ്പാട് മാറ്റുക. നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു ട്രാവൽ ചെയ്യാം, നമ്മൾ കൂടുതൽ ആളുകളെ മീറ്റ് ചെയ്യാം, നമ്മുടെ ജോലി സ്ഥലത്തിനപ്പുറത്തേക്ക് ഒരു ലോകം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നും വേറെ എന്തെങ്കിലും ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്യാം. നമുക്ക് ലീവ് എടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ ലിമിറ്റ് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. UPSC കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും വൈശാഖ്? കുറച്ചുകൂടെ ഫാക്ച്വൽ കാര്യങ്ങളായിരിക്കും നമ്മൾ PSC ഇപ്പോൾ പാറ്റേൺ ഒക്കെ മാറുന്നുണ്ടെങ്കിൽ പോലും ഫാക്ച്വൽ മെമ്മറിക്ക് കുറച്ച് സ്ഥാനം നമ്മുടെ കേരള PSCയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ അവരെങ്ങനെ പ്രിപ്പറേഷനിൽ എന്ത് ചെയ്യണം എന്നാണ് വൈശാഖെ? എങ്ങനെ പ്ലാൻ ചെയ്യണം? എനിക്ക് തോന്നുന്നു ഇറ്റ്സ് അബൌട്ട് പ്രാക്ടീസ് എന്നുള്ളതാണ്. ഞാൻ ശരിക്കും ഒരു പ്രാക്ടീസ് ഗെയിമായിട്ടാണ് PSC എക്സാമിനെ കണ്ടിരുന്നത്. എൻ്റെ പ്രിലിംസ് എഴുതുന്നതിന് മുമ്പ് നമുക്ക് ഇടവേളകളിൽ കുറച്ച് എക്സാംസ് എഴുതണമല്ലോ. അപ്പോൾ എക്സാം സറൗണ്ടിങ്സ് ഇരുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കൂടുതൽ കണ്ടന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന ഒരുപാട് പ്രീവിയസ് ഇയർ PSC എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ, ഞാനൊരു 100 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് പോയി എഴുതിയ എക്സാംസ് ഉണ്ട്. അതായത് ഞാൻ അത്ര എഫേർട്ട് എടുത്തു. അതായത് ഒരു PSC എക്സാം ആകുമ്പോൾ ഡെയിലി ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് നോക്കും. അതായത് ഒരു അരമണിക്കൂർ എടുത്ത് പെട്ടെന്ന് ടിക്കറ്റ് വെച്ചാൽ ഇങ്ങനെ എക്സാം ഹാളിൽ ഇരിക്കുന്ന പോലെയല്ല, കണ്ടിന്യൂസ്ലി ഇങ്ങനെ നോക്കി ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത ദിവസങ്ങളുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ്ലി അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തിട്ട് പോയി എക്സാം അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ കിട്ടുന്നതാണ് സംഭവം. എടുക്കുന്ന എഫേർട്സ് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് പ്രത്യേകിച്ച് ഉറപ്പ് വരുന്നില്ല. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു 100 ക്വസ്റ്റ്യൻ പേപ്പർ വരെ ഞാൻ വർക്കൗട്ട് ചെയ്ത ദിവസം മീൻസ് ടോട്ടൽ ചെയ്ത എക്സാമുകളുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് കുഴപ്പമില്ലാത്ത റാങ്ക് മേടിച്ചു. ഒക്കെ ജോലി കിട്ടേണ്ടതുമായിരുന്നു. ഒരു PSC ആസ്പിറന്റ് UPSC പഠിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അവരവരുടെ സ്റ്റഡി പ്ലാനിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആദ്യം അവരെന്ത് ചെയ്യണം, എങ്ങനെ അവരുടെ പ്രിപ്പറേഷൻ മാറ്റണം? എല്ലാവർക്കും വേണ്ടതെന്ന് പറയുന്നത് എക്സാമിനെ പറ്റി അറിയുക എന്നുള്ളതാണ്. UPSC സിലബസ് ഉണ്ടെന്നും അതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ നോക്കിയിട്ടാണ് മനസ്സിലാക്കേണ്ടതെന്ന്. ഇപ്പോൾ ഞാൻ ഒരുപാട് പേരെ വിളിക്കും, ഞാൻ പറയും സിലബസ് നോക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ നോക്കും. അവർ പറയും ഈ ബുക്ക് പഠിക്കട്ടെ, ആ ബുക്ക് പഠിക്കട്ടെ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഏത് ബുക്കുകളും പഠിക്കുക, സിലബസ് അനുസരിച്ച് സിലബസിലുള്ള കാര്യങ്ങൾ നോക്കി പഠിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ നോക്കി ഐഡിയ ഉണ്ടാക്കാം. അപ്പോൾ ആളുകൾക്ക് അതിന് ബുദ്ധിമുട്ടാൻ താല്പര്യമില്ല. കുട്ടികൾക്ക് അവർക്ക് വേണ്ടത് ഒരു കൃത്യമായൊരു ബുക്ക് പറഞ്ഞു കൊടുക്കുക, ആ ബുക്ക് ഞാൻ നന്നായിട്ട് പഠിച്ചോളാം. അല്ലെങ്കിൽ അതേ പറ്റൂ. അതായത് ഞാൻ പറഞ്ഞ സിലബസ് നോക്ക്. UPSC എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കീവേഡ് തന്നാലും അതിൽ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കും. അത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ നോക്കി നന്നായിട്ടൊരു അനലിറ്റിക്കൽ ചെയ്ത് പോകണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് UPSC ക്ലിയർ ചെയ്യാൻ നമ്മൾ വേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ സിലബസും തമ്മിലുള്ള ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ്, എന്നിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റുള്ളൂ. കാരണം ഒരു ബേസ് കെട്ടി വെച്ചിട്ട് വേണം അതിൻ്റെ പുറത്തേക്ക് ബാക്കി. വൈശാഖിൻ്റെ ഒരു മെയിൻസ് പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? വലിയ നോട്ട് മേക്കിംഗ് സ്ട്രാറ്റജി ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു കേട്ടു. എന്താണ് അതിൻ്റെ വാസ്തവം? ശരിക്കും നോട്ട് മേക്ക് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് മാത്രം ചെയ്യാനൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരുപാട് നാളായി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുവിധം കണ്ടൻറ്റൊക്കെ അറിയാം. അപ്പോൾ ചെയ്തത് വളരെ ഷോർട്ട് നോട്ട്സ്, അതായത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം നോട്ടാക്കി വെക്കുന്നതാണ്. അപ്പം ഒരു GS1 ഒരു പേപ്പർ, അങ്ങനെ എല്ലാ GS പേപ്പേഴ്സിനും കൂടെ കൂട്ടി ഒരു 4-5 പേപ്പേഴ്സ് മാത്രമേ നോട്ടിലുള്ളൂ. അപ്പോൾ കൂടുതലും മാക്സിമം റിവൈസ് ചെയ്യുക അന്ന് മാത്രം ഒരു സംഭവമാണ് ചെയ്തത്. പിന്നെ ഞാൻ എഴുതിയേക്കും ഈ ടോപ്പിക്ക് നോക്കണം. അപ്പോൾ ഈ ടോപ്പിക്ക് നോക്കുമ്പോൾ എന്തൊക്കെ ചിന്തിക്കണം എന്നുള്ള കാര്യം ഞാൻ മനസ്സിലേക്ക് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കാരണം നമ്മൾ ജോലിയിൽ നിന്ന് വന്ന് നേരെ വന്നിരുന്നൊരു എക്സാമാണ്. മെയിൻസിൻ്റെ ഒരു 2 മാസമാണ് ഞാൻ ലീവ് എടുക്കുന്നത്. ലീവ് കിട്ടാനൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു വൈശാഖ്? ഇത്രയും വർഷം പല മെയിൻസ് ഒക്കെ ആകുമ്പോഴേക്ക് ലീവ് എടുക്കേണ്ടി വന്നിട്ട്? അതെ ഒത്തിരി തവണ. കാരണം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു 4-5 വർഷമായി ജോലിക്കെങ്കിലും നമ്മളൊരു 2 വർഷം പോലും തികച്ച് ജോലി ചെയ്തിട്ടില്ല. നമുക്കതിൻ്റെ ഒരു മേജർ റീസൺ നമ്മുടെ ഹെഡ് അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിൽ കാര്യം മനസ്സിലാക്കുന്ന ഒരു ഹെഡിനെ 2 തവണ കിട്ടി. അതായത് ഞാൻ ആദ്യം ചെല്ലുമ്പം അവിടുത്തെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ റിഷാദാണ്. അപ്പോൾ ഡോക്ടർ റിഷാദും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ റിഷാദ് സാറ് ചോദിച്ചു, ഞാൻ വന്നു കയറിയപ്പോൾ തന്നെ സാറിൻ്റെ അടുത്ത് ചോദിച്ച്, സാർ ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്ക് ലീവ് തരേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ എല്ലാവരും പറഞ്ഞു പറഞ്ഞാൽ പുള്ളി ഭയങ്കര ഇച്ചിരി ദേഷ്യപ്പെടുന്ന ആളൊക്കെയാണ്. പക്ഷേ ഇത് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഓക്കെയാണ്. അപ്പോൾ പുള്ളിയും റിസൾട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിനുശേഷം രണ്ടാമതൊരു സാർ വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഈ ലീവിൻ്റെ പരിപാടി നിൽക്കുക എന്നുള്ളത്. പക്ഷേ അതേപോലെ തന്നെ അതിലും കുറച്ചുകൂടി സ്നേഹത്തോടെ റിസൾട്ടിനെ പറ്റി ചിന്തിക്കുന്നത്. അപ്പം എൻ്റെ റിസൾട്ട് തലേ ദിവസം ഞാൻ സാറിനെ കണ്ടപ്പോഴേക്കും എനിക്കും ടെൻഷനായിട്ട് വരില്ല. കാരണം സാറിൻ്റെ ഉള്ളിലേക്കും അത് എടുത്തു. അപ്പോൾ ഞാൻ DMOയിൽ വെച്ചൊരു പ്രോഗ്രാമിന് അനുമോദിക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഈ റിഷാദ് സാറിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, അതെ ഞാനപ്പോൾ റിഷാദ് സാറിൻ്റെ ഫേസ് ആണ് ഞാനത് കാണുന്നത്. റിഷാദ് സാറിനെ കെട്ടിപ്പിടിക്കണമെന്നുണ്ട്. അതായത് സാറിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആ സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ സാറിങ്ങനെ ഒന്ന് പൊന്നാടെ അടുത്ത് അണിയിക്കുകയും ഇങ്ങനെ, അതായത് ആ ആളുകൾ അത്രത്തോളം ഇങ്ങനെ അത് കിട്ടണം എന്നുള്ള മൈൻഡ് സെറ്റിൽ നിന്നു എന്നുള്ളതാണ്. അതെല്ലാവരും ഇപ്പോൾ ഞാൻ എന്നെ വിളിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് സിസ്റ്റർമാരെ വിളിക്കുമ്പോഴേക്കും പലരും മോനെ സന്തോഷമായിടാന്ന് പറഞ്ഞാൽ കരയുക. അപ്പം ആ ഒരു തലമായിരുന്നു. അതായത് സപ്പോർട്ടീവായിട്ടുള്ള വർക്കിംഗ് കൾച്ചർ എപ്പോഴും ഉണ്ടായിരുന്നു ഓഫീസിൽ. ഇപ്പോൾ ഞങ്ങളുടെ ഹെഡ് ലീവ് തരാൻ ഭയങ്കര തയ്യാറായിരുന്നു. കാരണം പുള്ളി എല്ലാവരോടും അത് പറയുമായിരുന്നു. കാരണം ഒരാൾ രക്ഷപ്പെട്ടു പോവുക എന്നുള്ള ഒരു ആഗ്രഹം നന്നായിട്ട് അവർക്കുണ്ടായിരുന്നു. പഠനത്തിനപ്പുറം വൈശാഖിൻ്റെ ബാക്കി ഹോബീസ് എന്തൊക്കെയാണ്?
ഒരു ഫിലിംസും വെബ് സീരീസും ഒരു ഇമ്പോർട്ടൻറ്റ് ഹോബിയാണ്. പിന്നെ മീം മേക്കിംഗ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോബിയാണ്. കാരണം ഞാൻ ഒരുപാട് ട്രോളുകൾ ചെയ്യാറുണ്ട്. ട്രോളന്മാർ ആക്ച്വലി ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കേരളത്തിലെ ട്രോൾ പേജിൽ, അതായത് UPSC ബന്ധപ്പെട്ട ട്രോൾ പേജ് ഞാൻ 2019-20 സമയത്ത് ഒത്തിരി ട്രോളുകൾ ചെയ്യുമായിരുന്നു. അപ്പം അതൊരു ഹാബിറ്റാണ് UPSC-യുമായി ബന്ധപ്പെട്ട ട്രോളുകൾ ചെയ്തിട്ടുള്ളത്. പിന്നെ സിനിമ, വെബ് സീരീസ്, പിന്നെ ഇടയ്ക്ക് കുറച്ച് കഥകളൊക്കെ എഴുതും. ഓപ്ഷനിൽ ചൂസ് ചെയ്യുമ്പോൾ ഒരു ആസ്പിറന്റ് എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം? ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ് നന്നായിട്ട് നോക്കുക. പിന്നെ നമുക്ക് ഏതൊരു എക്സാമിന് പോലും എഴുതി കഴിഞ്ഞ് വരുമ്പോഴേക്കും കുറച്ചുകൂടി പഠിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് അതിന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പഴയ പ്രീവിയസ് ഇയർ 4-5 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അതിന് ശേഷം നോക്കുക, ഇങ്ങനെ ചോദിച്ചു, ഇതെങ്ങനെ എഴുതാം, ഇതൊന്ന് പഠിച്ചിരുന്ന് എഴുതാം എന്നൊരു തോന്നൽ വരത്തില്ലേ. ആ ഒരു തോന്നലുണ്ടാവുന്ന, ഏറ്റവും നന്നായി ആ തോന്നലുണ്ടാവുന്ന സബ്ജക്റ്റ് ഏതാണോ അതാണ് ചൂസ് ചെയ്യേണ്ടത്. ടോപ്പേഴ്സിനെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്ന ഒത്തിരി ആസ്പിറൻസ് ഉണ്ടല്ലേ. അപ്പം ഈ ടോപ്പേഴ്സ് സെലക്ട് ചെയ്യുന്ന ഓപ്ഷണൽസ് നമുക്ക് കംഫർട്ടബിൾ ആണോ എന്നൊരു കാര്യം അതിൽ വരില്ലേ? അതെ, അത് ശരിക്കും ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓവർലാപ്പ് ചെയ്ത് ഹെയർ പേപ്പേഴ്സിന് ഉപകാരപ്പെടുന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഓപ്ഷനിൽ ചൂസ് ചെയ്യേണ്ടത് നമ്മുടെ കൺവീനിയൻസ് ആണ്. കാരണം നമ്മൾ 4 പേപ്പേഴ്സ് വരെ പഠിക്കുന്നു, എസ്സേയും എഴുതേണ്ട ആവശ്യകതയുണ്ട്. അപ്പം ഈ 5 പേപ്പറിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ വേണം ഓപ്ഷനിൽ ചൂസ് ചെയ്യാൻ. അപ്പോൾ എനിക്ക് മലയാളത്തിന് വലിയ സ്കോറിലേക്ക് പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ നോക്കുന്നത് മലയാളം പഠിക്കുന്നതുകൊണ്ട് എൻ്റെ മറ്റ് പേപ്പറുകൾ ബാധിക്കുന്നില്ല. കാരണം എല്ലാ പേപ്പേഴ്സിനും ഒരു ആവറേജ് മാർക്ക് വേണം. പിന്നെ മലയാളം തരക്കേടില്ലാത്ത എഴുതാൻ ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് ഒരിക്കലും ഒരുപാട് ടോപ്പിക്സ് നമ്മൾക്ക് GS-ലും പഠിക്കുന്ന ഓപ്ഷനിൽ എടുക്കണമെന്നോ അല്ലെങ്കിൽ ടോപ്പേഴ്സ് എടുത്തെന്നോ ഹൈ സ്കോറിംഗ് ആണെന്നോ എന്ന് നോക്കിയല്ല എടുക്കേണ്ടത്. നമുക്ക് ഓപ്ഷനിൽ പഠിക്കുമ്പോൾ മിനിമം എഴുതാൻ പറ്റുന്നുണ്ടോ, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന ഓപ്ഷനിൽ കൊണ്ട് നമ്മുടെ മറ്റ് പേപ്പേഴ്സ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. മലയാളം പഠിച്ചപ്പോൾ എനിക്ക് ആ പ്രശ്നമില്ലായിരുന്നു. ഞാൻ ആദ്യം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എടുത്തു. എനിക്കറിയില്ല, ഞാൻ UPSC എക്സാമിനെ പറ്റി അറിയില്ല. അതെ, പണ്ട് ഒരു അങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ ചുമ്മാ എടുത്തിട്ട് കുറേ ബുക്കൊക്കെ മേടിച്ച്, എന്ന് വെച്ചാൽ ചുമ്മാ എനിക്ക് എക്സാമിനെ പറ്റി വലിയ ധാരണയില്ല. ഓപ്ഷനിൽ എന്തോ വലിയ സംഭവം ആണെന്ന് പറഞ്ഞു. GS എന്താണെന്ന് പോലും എനിക്കറിയില്ല, ഏതൊക്കെ പേപ്പേഴ്സ് ആണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് കുറേ പഠിപ്പിച്ച് തുടങ്ങി. പിന്നെ എനിക്ക് തിരിച്ചറിയുന്നത് എങ്ങനെ എല്ലാ സംഭവം. പിന്നെ ഞാനൊരു 2020 ആയപ്പോഴാണ് തിരിച്ചറിയുന്നത് ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പം ഓപ്ഷനിൽ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവനവൻ്റെ പ്രിയോറിറ്റീസാണ്. നമ്മൾ തന്നെ നോക്കി സ്വയം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നുള്ള ഓപ്ഷൻ്റെ കാര്യം. വൈശാഖ്, ഇപ്പോൾ 656 റാങ്ക് കിട്ടി. ഇനി ഭാവി പദ്ധതികൾ അല്ലെങ്കിൽ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഭാവി എന്ന് പറഞ്ഞാൽ ഇനി ഇതിൻ്റെ ട്രെയിനിങ്ങിന് പോവുക, അല്ല ജോബിലേക്ക് കയറുക. അതെ, ഓഗസ്റ്റ് 25-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ മെയിൻസ് ഒന്നും വന്നിട്ടില്ല. അതിനുശേഷം അതിന് പോവുക എന്നുള്ളതാണ്. അതിനുശേഷം എനിക്ക് ഒന്നുകൂടി എഴുതണമെന്നുള്ള ആഗ്രഹമുണ്ട്. മസൂറിയിലേക്ക് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണോ? ഇല്ല, എക്സൈറ്റ്മെൻറ്റ് ഇല്ല. കാരണം എക്സൈറ്റ്മെൻ്റ് ഒക്കെ നേരത്തെ പോയി. അതായത് നമ്മൾ കുറേ ഫെയിലിയേഴ്സ് വന്നപ്പോൾ തന്നെ എക്സൈറ്റ്മെൻറ്റ്, ഒരു മനസ്സ് ഭയങ്കര സ്റ്റേബിളായി, ഒരു മെച്ചുവേർഡ് ഫേസിൽ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ആസ്പിറൻസിന്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ അല്ലേ മസൂറി എന്ന് പറയുന്നത്. ഒരു വാളൊക്കെ ഫോണിൽ വാൾപേപ്പർ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്? ഇല്ല, ഒരിക്കലും ഇല്ല. കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാനൊക്കെ പണ്ട്. എൻ്റെ വാൾപേപ്പർ ആക്ച്വലി ഞാൻ ധോണിയുടെ ഒരു വാൾപേപ്പറാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ നമുക്കൊരു പ്ലാൻ വേണം, പക്ഷേ പ്ലാൻ നടക്കണമെന്നില്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവിക്കും എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഞാൻ വാൾപേപ്പറായിട്ട് ഇട്ടിരുന്നത്. അപ്പം എനിക്കൊന്ന് ഞാൻ ധോണിയുടെ കുറച്ച് കാര്യങ്ങൾ കാണുന്നതുകൊണ്ട്, അതായത് ഇപ്പോൾ ധോണി പറയുന്നുണ്ട് ഒരു വേൾഡ് കപ്പ് കിട്ടിയപ്പോൾ എന്താ ഫീലിംഗ് എന്ന് വെച്ചപ്പം ഇല്ല, ഇനി അടുത്ത മത്സരത്തിലേക്കാണ് ഞാൻ നോക്കുന്നത്. വേൾഡ് കപ്പ് കിട്ടി, അത് വലിയൊരു സംഭവമാക്കി പുള്ളി അത് ക്രെഡിറ്റ് ചെയ്യുന്നില്ല. ഇപ്പം ചെന്നൈ സൂപ്പർ കിങ്സ് 5 പ്രാവശ്യം IPL നേടുന്നു. അദ്ദേഹം അതിനെപ്പറ്റി കൺസേൺഡ് അല്ല. അടുത്ത പ്രാവശ്യം വന്ന് കിട്ടിയില്ലെങ്കിലും പുള്ളി അതിനെപ്പറ്റി കൺസേൺഡ് അല്ല. അപ്പം നമ്മൾ റിസൾട്ടിൽ കൺസേൺഡ് ആവാറുത്, അല്ലെങ്കിൽ ലൈഫ് അവിടെ എൻഡ് ചെയ്യുന്നില്ല. ഇനിയൊരു സിവിൽ സർവൻ്റ് എന്ന രീതിയിലുള്ള ലൈഫ് ഉണ്ടാവും, മറ്റ് പല രീതിയിലുള്ള ലൈഫുകളും പല രീതിക്ക് ചെയ്യേണ്ട ഒരുപാട് കാരണം ഉണ്ടാവും. അപ്പം വെയിറ്റ് ചെയ്യുക എന്താ വരേണ്ടതെന്നുള്ള. അതിനനുസരിച്ച് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന കാര്യങ്ങൾ നമുക്ക് ചിലപ്പം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ വരുന്ന കാര്യങ്ങൾ അതുപോലെ ഹാൻഡിൽ ചെയ്യുക. പിന്നെ ആ ഔദ്യോഗിക ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ സാധ്യതകൾ എന്തൊക്കെയാണ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കി. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റവന്യൂ സർവീസാണ്. ഞാൻ കസ്റ്റംസ് ഇന്ത്യ ടാക്സ് ആണ് കൊടുത്തിരുന്നത്. അത് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് വയ്ക്കുവാണെങ്കിൽ അത് കിട്ടേണ്ടതാണ്. വൈശാഖിന്റെ ഡ്രീം സർവീസ് IAS ആയിരുന്നു. ശരിക്കും അങ്ങനൊരു ഡ്രീം സർവീസ് എന്ന് പറയാനില്ല, പക്ഷേ എന്നാലും എനിക്ക് പ്രിഫറൻസ് കൂടുതൽ IAS-നോട് താല്പര്യം. കാരണം എനിക്ക് പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പരീക്ഷ എഴുതുന്നുണ്ട്. കിട്ടിയില്ലെങ്കിൽ കിട്ടിയ സർവീസിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എല്ലാ സർവീസും നാടിന് വേണ്ടി ചെയ്യേണ്ടത് തന്നെയാണല്ലോ. അപ്പോൾ എല്ലാ ആശംസകളും വൈശാഖ്. ഇതുപോലെ തന്നെ ഗ്രൗണ്ടഡ് ആയ ഒരു സിവിൽ സർവൻ്റായി ഒരുപാട് നല്ല ചേഞ്ചസ് നാട്ടിൽ കൊണ്ടുവരാൻ വൈശാഖിന് സാധിക്കട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.